ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദേവിപ്രിയ. പ്രധാന വാർത്തകൾ. കാർഷിക പരിഷ്കരണങ്ങളോടൊപ്പം കുറഞ്ഞ താങ്ങുവിലയും മുൻപുണ്ടായിരുന്ന വിപണി സംവിധാനവും അതേപടി നിലനിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരുമായി കേന്ദ്രമന്ത്രിമാരുടെ ഉന്നതതല സമിതി ഇന്ന് ചർച്ച നടത്തും. രാജ്യത്ത് തുടർച്ചയായ 24 ദിവസങ്ങളിലായി പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 50,000-ൽ താഴെ മാത്രം. രോഗമുക്തി നിരക്ക് 93.94%. തെക്കൻ കേരളം, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. കേരളത്തിൽ നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കടലിൽ പോകുന്നത് സമ്പൂർണ്ണമായും നിരോധിച്ചു. ISL ഫുട്ബോളിൽ നിന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. കാർഷിക പരിഷ്കരണങ്ങളോടൊപ്പം കുറഞ്ഞ താങ്ങുവിലയും മുൻപുണ്ടായിരുന്ന വിപണി സംവിധാനവും അതേപടി നിലനിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്റെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിൽ ഇന്നലെ നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കർഷക നിയമങ്ങൾ രാജ്യത്തെ കർഷകർക്ക് പുതിയ അവസരങ്ങളും നിയമസംരക്ഷണവും നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ പഴയ സംവിധാനത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാകാം. കർഷകരുടെ ക്ഷേമത്തിനായാണ് പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിഷ്കാരങ്ങൾ പുതിയ വിപണി അവസരങ്ങൾ നൽകുകയും മുൻപുണ്ടായിരുന്ന കാർഷിക വിപണികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരെ കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ചയ്ക്ക് ക്ഷണിച്ചു. കേന്ദ്രമന്ത്രിമാരുടെ ഉന്നതതല സമിതിയുമായി വൈകുന്നേരം 3 മണിക്ക് ഡൽഹി വിജ്ഞാൻ ഭവനിലാണ് ചർച്ച. ആദ്യഘട്ട ചർച്ചയിൽ പങ്കെടുത്ത കർഷക നേതാക്കളാണ് ഇന്നും ചർച്ചയിൽ പങ്കെടുക്കുകയെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചു. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന BJP നേതാക്കളുമായി നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് കർഷകരുമായി വീണ്ടും ചർച്ച നടത്താനുള്ള തീരുമാനം. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷകർ ബുരാരി മേഖലയിലെ നിരൻകാരി മൈതാനത്തിലേക്ക് മാറണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. രാജ്യത്ത് തുടർച്ചയായ 24 ദിവസങ്ങളിലായി പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 50,000-ന് താഴെ മാത്രം. രോഗമുക്തി നിരക്ക് 93.94%. വിശദാംശങ്ങളുമായി കൃഷ്ണ. രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ തുടർച്ചയായി കുറവ് രേഖപ്പെടുത്തുന്നതിനൊപ്പം മരണസംഖ്യയും കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 31,118 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. 42,000-ഓളം പേർ രോഗമുക്തരായി. 88,90,000-ലധികം പേരാണ് ഇതുവരെ രോഗമുക്തരായത്. 4,35,603 പേർ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ചികിത്സയിലുണ്ട്. ഇതിൽ 78% കേസുകളും 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 1.45% കോവിഡ് മരണനിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 482 പേർക്ക് കൂടി ജീവൻ നഷ്ടമായതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1,37,000 പിന്നിട്ടു. 94,62,000-ലേറെ പേർക്കാണ് രാജ്യത്ത് ഇതിനകം കോവിഡ് ബാധിച്ചത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 9,70,000 കോവിഡ് സാമ്പിളുകൾ പരിശോധിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 14,13,50,000 കോവിഡ് സാമ്പിളുകളാണ് രാജ്യത്ത് ഇതുവരെ പരിശോധിച്ചത്. നേരത്തെയുള്ള രോഗനിർണയവും മാറ്റിപ്പാർപ്പിക്കലും ഫലപ്രദമായ ചികിത്സയും കോവിഡ് കേസുകളും മരണനിരക്ക് കുറയ്ക്കാനും സാധിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലോകാരോഗ്യ സംഘടന നിർദ്ദേശത്തേക്കാൾ 5% അധികമാണ് രാജ്യത്തെ പരിശോധനാ നിരക്ക്. തമിഴ്നാട്ടിൽ ഇന്നലെ 1,410 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 10,997 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 6 മാസങ്ങൾക്കിടെ ഇതാദ്യമായാണ് ആകെ രോഗബാധിതരുടെ എണ്ണം 11,000-ൽ താഴെ എത്തുന്നത്. രോഗമുക്തി നിരക്ക് 97.09%-മായി ഉയരുകയും മരണനിരക്ക് 1.5%-മായി താഴുകയും ചെയ്തു. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാർച്ച് 24-ന് തന്നെ രാജ്യത്ത് പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ഡൌൺ കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിൽ ഫലപ്രദമായി എന്നാണ് വിലയിരുത്തൽ. രാജ്യത്ത് 500 കേസുകൾ മാത്രമുണ്ടായിരുന്ന സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഈ കാലയളവിനിടയിൽ രാജ്യത്ത് 15,362 കോവിഡ് കേന്ദ്രങ്ങളും 15 ലക്ഷത്തിലധികം ഐസൊലേഷൻ ബെഡുകളും 2.4 ലക്ഷത്തോളം ഓക്സിജൻ സപ്പോർട്ട് ബെഡുകളും 78,000-ഓളം ICU ബെഡുകളും സജ്ജീകരിക്കാൻ സാധിച്ചു. രാജ്യത്തുടനീളമുള്ള സർക്കാർ ആശുപത്രികളിലായി 32,400-ഓളം വെന്റിലേറ്ററുകളും ഈ കാലയളവിൽ സജ്ജീകരിച്ചു. കോവിഡ്-19 വാക്സിനുകൾ സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആരംഭിച്ചു.
3 ഇവിടെ വാക്സിൻ സൂക്ഷിക്കുന്നതിനുള്ള കെട്ടിടങ്ങൾ സജ്ജീകരിക്കുന്നത്. 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടത്തിൽ സജ്ജീകരിച്ചു വരുന്ന ഒരു ശീതീകരണ സംവിധാനം ഈ മാസം 15 പൂർത്തിയാകും. ലോകത്താകമാനം നിലവിൽ 1,81,00,000 പേർ കോവിഡ് ചികിത്സയിൽ കഴിയുന്നു. 6,36,00,000 പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചത്. 14,74,000-നടുത്താണ് മരണസംഖ്യ. കോവിഡ് ബാധിതർ കൂടുതലുള്ള അമേരിക്കയിൽ നിലവിൽ 54,00,000 പേർ ചികിത്സയിലുണ്ട്. ഫ്രാൻസിൽ 20,00,000 പേരാണ് ചികിത്സയിലുള്ളത്. അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന യൂറോപ്പിലും അമേരിക്കയിലും ചില വാക്സിനുകൾ പരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം സർക്കാരിന്റെ അംഗീകാരം തേടിയിട്ടുണ്ട്. മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട പുതിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി. ഇതനുസരിച്ച് മാസ്ക് ധരിക്കാത്തവരിൽ നിന്ന് പിഴ ഈടാക്കാനും തിരക്ക് കുറവുള്ള സമയങ്ങളിൽ വിലക്കിഴിവ് നൽകാനും നിർദ്ദേശമുണ്ട്. ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കണ്ടെയ്ൻമെന്റ് സോണുകളിലും കൂടുതലായി രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലും മാർക്കറ്റുകൾ അടച്ചിടുന്നതിനും നിർദ്ദേശമുണ്ട്. കച്ചവട മേഖലകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നതിന് വേണ്ട നടപടികൾ വ്യാപാര സംഘടനകൾ സ്വീകരിക്കാനും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. ബിഎസ്എഫിന്റെ 56ാം സ്ഥാപക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ എല്ലാ ബിഎസ്എഫ് സേനാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി തികഞ്ഞ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ശക്തമായ സേനാവിഭാഗമാണ് ബിഎസ്എഫ് എന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. എല്ലാ ബിഎസ്എഫ് ജവാന്മാർക്കും അഭിവാദ്യമർപ്പിച്ച ശ്രീ അമിത്ഷാ, ബിഎസ്എഫ് സേനാംഗങ്ങൾ കർത്തവ്യപാലനം എന്ന ആപ്തവാക്യം ജീവിതാവസാനം വരെ പാലിക്കുന്നവരാണെന്ന് ട്വീറ്റ് ചെയ്തു. നാഗാലാന്റ് സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രകൃതിരമണീയതയുടെയും സവിശേഷമായ മിശ്രണമാണ് നാഗാലാന്റ് എന്ന് രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു. വരും വർഷങ്ങളിൽ നാഗാലാന്റിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി ഉപരാഷ്ട്രപതി ആശംസകൾ നേർന്നു. ധീരതയ്ക്കും ദയയ്ക്കും പേരുകേട്ടവരാണ് നാഗാലാന്റിലെ ജനങ്ങളെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. അവരുടെ സംസ്കാരം മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെക്കൻ കേരളം, തെക്കൻ തമിഴ്നാട് തീരങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുഴലിക്കാറ്റ് ജാഗ്രതാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. അടുത്ത 24 മണിക്കൂറിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറുമെന്നും നാളെ വൈകിട്ടോടെ ശ്രീലങ്കൻ തീരം കടക്കുമെന്നും മറ്റന്നാളോടുകൂടി കന്യാകുമാരി തീരത്തെത്താൻ സാധ്യതയുണ്ടെന്നുമാണ് പ്രവചനം. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. വിലക്ക് എല്ലാത്തരം മത്സ്യബന്ധ യാനങ്ങൾക്കും ബാധകമായിരിക്കും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. ഗോവയിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ഇന്നലെ നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി ഗോവ മത്സരം സമനിലയിൽ അവസാനിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 389 പോയിന്റ് ഉയർന്ന് 44,539-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 107 പോയിന്റ് ഉയർന്ന് 13,076-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 160 രൂപ വർദ്ധിച്ച് 35,920-ഉം ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 4,490 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മു കശ്മീർ ജില്ലാ വികസന കൌൺസിൽ തെരഞ്ഞെടുപ്പിലെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 43 ഡിസിസി മണ്ഡലങ്ങളിലേക്കായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 321 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 7,90,000 വോട്ടർമാരാണുള്ളത്. 43 മണ്ഡലങ്ങളിൽ 25 എണ്ണം കശ്മീർ താഴ്വരയിലും 18 എണ്ണം ജമ്മു ഡിവിഷനിലുമാണുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക പരിഷ്കരണങ്ങളോടൊപ്പം കുറഞ്ഞ താങ്ങുവിലയും മുൻപുണ്ടായിരുന്ന വിപണി സംവിധാനവും അതേപടി നിലനിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരുമായി കേന്ദ്രമന്ത്രിമാരുടെ ഉന്നതതല സമിതി ഇന്ന് ചർച്ച നടത്തും. രാജ്യത്ത് തുടർച്ചയായ 24 ദിവസങ്ങളായി പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 50,000-ൽ താഴെ മാത്രം. രോഗമുക്തി നിരക്ക് 93.94%. തെക്കൻ കേരളം, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. കേരളത്തിൽ നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കടലിൽ പോകുന്നത് സമ്പൂർണ്ണമായും നിരോധിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി 6:30-ന്.